ഫുട്ബോൾ ഒരു വിനോദം മാത്രമല്ല, ചിലപ്പോഴെങ്കിലും അതൊരു അതിജീവന പോരാട്ടമാണ്. മൈതാനത്തെ 90 മിനിറ്റുകൾക്ക് അപ്പുറം രാഷ്ട്രീയവും വിവേചനവും ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് മേൽ കരിനിഴൽ വീഴ്ത്തിയ കഥയാണ് ഇത്തവണ ലോകകപ്പ് നടക്കുന്ന അമേരിക്കയിൽ നിന്ന് നമുക്ക് കേൾക്കാനുള്ളത്. 2026 ഫിഫ ലോകകപ്പിൽ നിന്ന് ഇറാൻ ദേശീയ ടീം അഥവാ ടീം മെല്ലി പുറത്താകുമ്പോൾ അത് കേവലം ഒരു ഫുട്ബോൾ ദുരന്തമല്ല, മറിച്ച് ലോകം കാത്തുസൂക്ഷിക്കുന്ന കപട മാനദണ്ഡങ്ങളുടെയും വിവേചനത്തിൻ്റെയും നേർചിത്രമാണ്. വെറും അര അടി ദൂരത്തിൻ്റെ ഓഫ് സൈഡ് ചതിക്കുഴിയിൽ വീണ് മറ്റാരുടെയൊക്കെയോ മത്സരഫലങ്ങളുടെ കാരുണ്യത്തിന് കാത്തുനിന്ന് ഒടുവിൽ അവർ പുറത്താകുമ്പോൾ തോറ്റത് ഇറാനല്ല, ഫുട്ബോളിൻ്റെ ആത്മാവ്. ഓർക്കണം, അവർക്ക് ഇതൊരു സാധാരണ ലോകകപ്പ് യാത്രയായിരുന്നില്ല. ടൂർണമെന്റ് തുടങ്ങുന്നതിനു തൊട്ടു മുമ്പ് പോലും ഇറാന്റെ തെക്കൻ തീരങ്ങളിൽ അമേരിക്കൻ സൈന്യം ബോംബുകൾ വർഷിക്കുകയായി. യുദ്ധത്തിന്റെ നിഴലിൽ സ്വന്തം നാട്ടിലെ ചോരപ്പുഴകളുടെ നോവറിഞ്ഞ് കളിക്കളത്തിലേക്ക് ഇറങ്ങിയ ഒരു കൂട്ടം കളിക്കാർ. അവർക്ക് നേരിടേണ്ടി വന്നത് കളിയിലെ എതിരാളികളെ മാത്രമല്ല, ലോകത്തിലെ ഏറ്റവും വലിയ മഹാശക്തിയുടെ കടുത്ത വിവേചനങ്ങളെ കൂടിയായിരുന്നു. ഒരു കായിക മാമാങ്കത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന ടീമിനോട് ചെയ്യാൻ പാടില്ലാത്തതെല്ലാം അമേരിക്ക ചെയ്തു. കളി നടക്കുന്നതിന്റെ തലേ ദിവസം മാത്രം US വരിക, മത്സരം കഴിഞ്ഞയുടൻ മെക്സിക്കോയിലേക്ക് മടങ്ങുക, ഇതായിരുന്നു അവർക്ക് നൽകിയ നിർദ്ദേശം. ഇറാന്റെ പരിശീലകർക്കും കായിക ഉദ്യോഗസ്ഥർക്കും വിസ നിഷേധിക്കപ്പെട്ടു. ലക്ഷക്കണക്കിന് വരുന്ന ഇറാനി ആരാധകരുടെ ടിക്കറ്റുകൾ വരെ റദ്ദാക്കപ്പെട്ടു. ഇവിടെയാണ് ഫിഫ എന്ന ലോക ഫുട്ബോൾ സംഘടനയുടെ പച്ചയായ നിലപാടില്ലായ്മ നമ്മൾ തിരിച്ചറിയേണ്ടത്. വംശീയതക്കും രാഷ്ട്രീയ ഇടപെടലുകൾക്കുമെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന ഫിഫ ആതിഥേയ രാജ്യമായ അമേരിക്കയുടെ ഈ കടുംകൈകൾക്ക് മുന്നിൽ പൂർണ്ണമായി നിശബ്ദരായി നിന്നു. ആഫ്രിക്കയുടെ മികച്ച റഫറിയെ പോലും വിമാനത്താവളത്തിൽ നിന്ന് മടക്കിവിട്ടിട്ടും ഒരു രാജ്യത്തിന്റെ കായിക അവകാശങ്ങളെ വൻ ശക്തികൾ ചവിട്ടിമതിച്ചിട്ടും കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു ഫിഫ. പ്രധാന ആതിഥേയ രാജ്യത്തിന്റെ തലവന് സമാധാന പുരസ്കാരം വരെ കണ്ടുപിടിച്ചു നൽകിയവർക്ക് ഇറാന്റെ പരാതികൾ കേൾക്കാൻ എവിടെയാണ് സമയം? മൈതാനത്ത് പന്തുരുളുന്നതിന് മുമ്പ് തന്നെ മാനസികമായി അവരെ തളർത്താൻ എല്ലാ അടവുകളും പ്രയോഗിച്ചു. എന്നിട്ടും ടിയുവാനയിലെ ക്യാമ്പിൽ നിന്ന് അവർ സിയാറ്റിലേക്ക് പറന്നു പൊരുതി. ഈജിപ്തുമായുള്ള ആ നിർണായക മത്സരം ഓർക്കുക. 93-ാം മിനിറ്റിൽ ഷൊജെ ഖലീൽ സാദെ നേടിയ ആ ഗോൾ ഇറാന്റെ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകിയതായിരുന്നു. എന്നാൽ മില്ലിമീറ്ററുകളുടെ വ്യത്യാസത്തിൽ വാർ ആ ഗോൾ നിഷേധിച്ചു. ടൂർണമെന്റിലുടനീളം 3 ഗോളുകളാണ് ഇറാനിൽ നിന്ന് വാർ തട്ടിയെടുത്തത്. ഭാഗ്യം പോലും അവരെ തിരിഞ്ഞു നോക്കിയില്ല. എങ്കിലും പ്രതീക്ഷയുടെ ഒരു നേർത്ത നൂലിഴ ബാക്കിയുണ്ടായിരുന്നു. അൾജീരിയയും ഓസ്ട്രിയയും തമ്മിലുള്ള മത്സരം സമനില ആകാതിരുന്നാൽ ഇറാൻ അടുത്ത റൗണ്ടിൽ എത്തുമായിരുന്നു. കളി തീരാൻ സെക്കൻഡുകൾ ബാക്കി നിൽക്കെ അൾജീരിയ ഗോൾ നേടി ഇറാനെ ജയത്തിലേക്ക് നയിക്കുമെന്ന് തോന്നിച്ച നിമിഷം. എന്നാൽ കളിയിലെ അവസാന ടച്ചിലൂടെ ഓസ്ട്രിയ സമനില പിടിച്ചപ്പോൾ 2 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടിയപ്പോൾ തകർന്നു വീണത് കോടിക്കണക്കിന് ഇറാനികളുടെ ഹൃദയമായിരുന്നു. 2 ടീമുകളും ചേർന്ന് ഒത്തുകളിച്ചതാണെന്ന ആരോപണം പോലും പിന്നീട് ഉയർന്നു വന്നു. ഇറാൻ എന്ന രാജ്യം ഇന്ന് ഒരു യുദ്ധമുഖത്താണ്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങളിൽ പൊലിഞ്ഞുപോയ 100 കണക്കിന് ജീവനുകൾ നൽകിയ ആഴത്തിലുള്ള മുറിവുകൾ ആ സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ സ്വന്തം ടീമിന്റെ തോൽവിയിൽ ഒരേപോലെ കരയാൻ പോലും കഴിയാത്ത വിധം ആ ജനത ഇന്ന് മാറിയിരിക്കുന്നു എന്നത് മറ്റൊരു സാമൂഹിക യാഥാർത്ഥ്യം. എങ്കിലും ഒന്നുറപ്പിച്ചു പറയാം, ഈ ലോകകപ്പ് ഓർമ്മിക്കപ്പെടുക കളിക്കളത്തിലെ വിസ്മയങ്ങളുടെ പേരിൽ മാത്രമല്ല, ഒരു ജനതയോട്, ഒരു ഫുട്ബോൾ ടീമിനോട് ലോകത്തെ വൻ ശക്തികൾ കാണിച്ച രാഷ്ട്രീയ പകപോക്കലിന്റെയും അതിന് കുടപിടിച്ച ഫിഫയുടെ കപട നിലപാടുകളുടെയും പേരിൽ കൂടിയായിരിക്കും. കളി തോറ്റിരിക്കാം, പക്ഷേ വിവേചനത്തിന്റെ ഈ കറുത്ത അധ്യായത്തിൽ തലയുയർത്തിപ്പിടിച്ച് തന്നെയാണ് ടീം മെല്ലി മടങ്ങുന്നത്. കാരണം അവർ തോറ്റത് ഒരേ സമയം മൈതാനത്തെ കാറ്റിനോടും മൈതാനത്തിന് പുറത്തെ കപട രാഷ്ട്രീയത്തോടുമാണ്.